ഉണ്ടോ സുഹൃത്തുക്കളെ? നമ്മളെ നേരക്ക് ഇതുപോലെ ഒരാൾ ചൂണ്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 രീതികളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി ഇപ്പോൾ ആവശ്യപ്പെട്ട പ്രകാരം ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നേരക്ക് ഒരാൾ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ വിരൽ കൊണ്ട് തന്നെ അവർ എന്താവണം കുടുങ്ങും. ആ ചൂണ്ടിയ വിരലുകൊണ്ട് തന്നെ അവരെ കുടിക്കാൻ പറ്റുന്ന രീതി, അങ്ങനത്തെ ഒരു ലോക്കാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് കണ്ടോ ചൂണ്ടിക്കാൻ ഇതുപോലെ ചൂണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണത് അവരെ ചെറുവിരൽ, അതായത് അവർ ചൂണ്ടുവിരലുകൊണ്ടാണല്ലോ ചൂണ്ടുന്നത്. അപ്പോൾ വേണ്ടോ നമ്മളെ തള്ള വിരൽ അവരുടെ ഈ ഭാഗത്താണ് വരുന്നത്. വേണ്ടോ മറ്റ് 4 വിരൽ ചൂണ്ടുവിരലിൻ്റെ ബാക്ക് സൈഡിലാണ്. ഇങ്ങനെ പിടിച്ചും കൊണ്ട് താത്തിട്ടിരുത്തുക, അതോടൊപ്പം മുടിക്കൂടി പിടിക്കാണ്ടോ. അപ്പോൾ അവർ ശരിക്കും ലോക്കായി പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അവിടുന്ന് ഒരനക്ക അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ വിരൽ ഇവിടെ പൊട്ടും. കാരണം നമുക്ക് ഇനി ഇത് വളക്കാൻ പറ്റും. അപ്പോൾ വളച്ചിട്ടില്ല, ശരിക്കും വളച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. കാരണം കണ്ടോ പിന്നെ ഈ പൊസിഷനിലേക്ക് ശരിക്കും അവരെ ഇങ്ങനെ വളച്ചിട്ട് ഇവിടേക്ക് മുട്ടിക്കുന്ന രീതിക്കാക്കിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ജോയിൻറ്റ് ഇവിടെ പൊട്ടിപ്പോകും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാരണം ഒന്നിട്ട് ചൂണ്ടിക്കാണ്ടോ സിമ്പിളായിട്ട് കണ്ടോ ഇത്ര ആവശ്യമുള്ള കണ്ടോ. അതോടൊപ്പം അവരിഞ്ഞ് മറ്റ് കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് മുടിക്കൂടി പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ രീതി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. ഇനി രണ്ടാമത്തെ രീതി ഏതാണെന്നുള്ളത് നോക്കാം. ചൂണ്ടിക്കുക ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 വിരലാണ് ഉപയോഗിക്കുന്നുണ്ടോ. അത് ഇതുപോലെ ചൂണ്ടിയ സമയത്ത് ആ വിരലിനെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ പൊക്കലും അതോടൊപ്പം തന്നെ അതിനെ 2 വിരലുകൊണ്ട് ചുറ്റി ഇങ്ങോട്ട് തിരിക്കുകയാണ്. തിരിച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷനിലേക്ക് വരും. ഈ പൊസിഷനിലേക്ക് എത്തിയ പൊക്കുകണ്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക് ആളവിടെ നിന്ന് ഇങ്ങനെ പൊന്തി തരും. കാരണം ഇത് പൊക്കണതിനനുസരിച്ചിട്ട് അവരവിടെയും പൊന്തും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അവരെ വിരൽ പൊട്ടിപ്പോവും. ഇതും അതേപോലെ ഞാൻ അവർ തിരിയാതെ ഇരിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കഴിയുമ്പോൾ എന്ത് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ചൂണ്ട വിരലുകൊണ്ട് ഓന് സ്വീപ്പാവുക, അതാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നുകൂടി നോക്കാം. കണ്ടോ ചൂണ്ട വിരൽ കണ്ടോ ചൂണ്ടിക്കുക ഇങ്ങനെ ചൂണ്ടി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ 2 വിരലുകൊണ്ട് പെട്ടെന്ന് ചെയ്യണം. കേട്ടോ നമ്മളൊക്കെ ഒരു സർക്കിള് കേട്ടോ ഇത് ഇങ്ങനെ സമയത്ത് കേട്ടോ നിങ്ങൾ പൊക്കുകയാണ് ചെയ്യുന്നത്. കേട്ടോ ഇതാണ് ഇതിൽ ചെയ്യുന്നത്. ഒന്നുകൂടി ചൂണ്ടിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എടുത്തിട്ട് പൊക്കുക. കണ്ടോ ആ പൊക്കതിനോട് കൂടിയിട്ട് ശരിക്കും ഇത് പൊക്കതിനോട് കൂടിയിട്ട് ഒന്നുകൂടി പൊക്കിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പൊട്ടും. അപ്പോൾ അതാണ് ഇതിൽ സംഭവിക്കുന്നത്. കുഴപ്പമില്ല. അപ്പോൾ ഈ 2 രീതികളും നമുക്ക് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതികളാണ്. അപ്പോൾ ഇത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക ദുരുപയോഗം ചെയ്യാതിരിക്കുക. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വരികയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടൊരു മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.